നോമ്പ് 5-ാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം. ഈശോയും അബ്രഹാവും. ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് വിരുദ്ധ പ്രബോധനങ്ങളുടെ സംഘട്ടനമാണ് യഹൂദരും യേശുവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്നുള്ളവർക്ക് സ്വർഗത്തിൻ്റെ അപാരതയും ഔന്നിത്യവും ഒരിക്കലും മനസ്സിലാകുന്നില്ല. നമ്മുടെ അവസ്ഥയും ഇതിൽ നിന്ന് ഏറെ വിഭിന്നമല്ല. യേശുവിൻ്റെ വചനം ലോകം മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നു. ലോകം ഉണ്ടായത് തന്നെ വചനത്തിൽ നിന്നാണ്. അത് തിരിച്ചറിഞ്ഞ് വചനം പിന്തുടരുന്നവർക്ക് ഒരിക്കലും മരണമുണ്ടാകില്ല. യേശുവിനെ പിന്തുടരുന്നു എന്നഭിമാനിക്കുന്ന 200 കോടി ക്രൈസ്തവർ തത്വത്തിൽ ഇന്ന് ഈ ലോകത്തിലുണ്ട്. പക്ഷേ അവൻ്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ എത്ര ശതമാനമുണ്ടായിരിക്കും? ലൗകിക കാഴ്ചപ്പാടുകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഇല്ലാത്ത അവകാശവാദങ്ങളിൽ മുഴുകി സ്വയം ന്യായീകരിച്ച് ജീവിതം നിരർത്ഥമാക്കുകയാണ് നാം. സ്വർഗത്തിൽ നിന്നുള്ള ആത്മീയ സത്യങ്ങൾ പറയുന്ന യേശുവിനെ എറിയാൻ അപ്പോൾ അവർ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തു പോയി. വിപ്രവാസകാലത്ത് തൻ്റെ ആലയം വിട്ടുപോകുന്ന ആ സംഭവത്തെ വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നു. ദൈവം വിട്ടുപോയാൽ പിന്നെ നമ്മുടെ ജീവിതം പാഴ്ജീവിതമാകും. ജീവൻ അത് സമൃദ്ധമായി നൽകുവാൻ വന്ന യേശു ലോകത്തെ വിട്ടുപോയാൽ പിന്നെ മരണസംസ്കാരമാണ് അവിടെ ഉടലെടുക്കുക. എവിടെ സത്യദൈവ നിഷേധമുണ്ടോ അവിടെ അരാജകത്വം കൊടികുത്തി വാഴുന്നു. ദൈവത്തിൻ്റെ മതത്തിന് പകരം സാത്താൻ്റെ മതമാണ് അവിടെ പ്രചരിക്കപ്പെടുക. അത് അടിമത്തത്തിൻ്റെ മതമാണ്. യേശുവിൻ്റെ വചനമാണ് ഒരുവനെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക. എന്നാൽ ആഴമില്ലാത്ത ഉപരിപ്ലവമായ ക്രൈസ്തവ ജീവിതം ആരെയും യാഥാർത്ഥ്യ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നില്ല.